Are you excited to go to an Indian restaurant? എന്ത് ചോദിച്ചാലും നമുക്ക് തരാം. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഹലോ ഈസ്റ്റ് ഹാം. ഹേ ഇന്ന് നമ്മൾ തെണ്ടാൻ ഇറങ്ങിയിട്ടുള്ളത് ഈസ്റ്റ് ഹാമിലുള്ള നവരുചിയിലേക്കാണ്. കേരള ക്യുസീൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും, ഇൻക്ലൂഡിങ് മന്തി, അൽഫാമും. കിട്ടില്ല ആംബിയൻസ് ആണ്, പിന്നെ നല്ല സ്പേഷ്യസും ആണ്. പിന്നെ അവർക്ക് എന്തൊക്കെയോ കുറേ ട്രോഫീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഓർഡർ ചെയ്ത് കട്ട വെയിറ്റിങ്ങിലാണ്. പിന്നെ അവിടെ ഓർഡർ എടുക്കാൻ വരുന്നതൊക്കെ നല്ല തരുണീമണികളായ പെൺകുട്ടികളാണ്. നല്ല ഭംഗിയാണ് അവരെയൊക്കെ കാണാൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8:30 ആ ടൈമിലാണ് ചെല്ലുന്നത്. നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് നവരുചി. യെസ്, കാത്തിരുന്ന് ഇതേ വന്നു നമ്മുടെ താരം പഴംപൊരിയും ബീഫും. ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടർ. എല്ലാം വന്ന് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ അതാ പ്ലേറ്റ് പകുതി തീർന്നു. പിന്നെ ഞാനായിട്ട് എന്തിനാ ബാക്കി വയ്ക്കുന്നത്, ഞാനും കഴിച്ചു ബാക്കി. പഴംപൊരി അടിപൊളിയായിരുന്നു, ബീഫ് പിന്നെ ഒരു അബവ് ആവറേജും. പിന്നെ നമ്മുടെ ജെല്ലിക്കെട്ട് മന്തി വന്നു. ബട്ട് ഇതെന്താണെന്നറിയോ? യെസ്, ഫിഷ് നിർവാണ. എൻ്റെ കണ്ണ് മൊത്തം നിർവാണയിലായിരുന്നു. ഞാൻ ആ പാലപ്പത്തിൻ്റെ കൂടെ നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു. ഓഫ്, അടിപൊളിയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം അവിടുത്തെ അതായി. അവിടുത്തെ ആംബിയൻസ് പോലെ തന്നെ ഓത്തൻറ്റിസിറ്റി കളയാതെയാണ് ഓരോ ഡിഷും അവർ സെർവ് ചെയ്യുന്നത്. നല്ല ഫ്ലേവേർഡ് റൈസ് ആയിരുന്നു. പിന്നെ നല്ല വലിയ പീസായിരുന്നു ചിക്കൻ്റെ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. കൂടെ നല്ല ഏലക്കായിട്ട് അടിച്ച് നല്ലൊരു ചായയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫിനിഷ് ഓഫ് ചെയ്തു. പിന്നെ നിർവ്വാണം കഴിയാത്തതുകൊണ്ട് പിന്നെ ഒരു പൊറോട്ടയും പറഞ്ഞു. ലാസ്റ്റ് ഒരു മധുരം വേണമല്ലോ, തേനീലേക്ക് മേടിച്ചു. പക്ഷെ ഉപ്പിലിട്ടതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. നവരുചി, ദ ടേസ്റ്റ് ഓഫ് കേരള. പുതിയ ഔട്ട്ലെറ്റ് വൈകാതെ തന്നെ ഇൽഫോർഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഈസ്റ്റ് ഹാമിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നവരുചി. ബൈ.